അടിച്ചു ഭരിക്കണം. ചിലവർ കഴിക്കുന്നവരൊക്കെ 4 വിൽക്കും, നമുക്ക് 3 മതി. നമുക്ക് മൊത്തം പറയാമല്ലോ. പിന്നെ ഒരു ചുറ്റി ഒറ്റ കയറാണ്, അത് മതി. നമസ്കാരം, ഏവർക്കും മൺറൂഫിലേക്ക് സ്വാഗതം. ഞാൻ അബു. അപ്പോൾ നിങ്ങൾ ഏവരും ആവശ്യപ്പെട്ട പോലെ നമ്മൾ ഇന്ന് മുതൽ ഒരു ചായക്കട സീരീസ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതലായിട്ടും സാധാരണക്കാരുടെ ചായക്കടയുമായിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വടക്കഞ്ചേരി മുടപ്പുലൂർ പോകുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു കനാലും അതിന് തൊട്ടടുത്തുള്ള ഒരു ഓലപ്പരയിലുള്ള ഒരു ചായക്കടയാണ്. അപ്പോൾ അത് നടത്തിക്കൊണ്ട് പോകുന്നത് മോഹനേട്ടനാണ്. കടയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന മോഹനേട്ടൻ്റെ കടയ്ക്ക് മുന്നിലല്ല, മോഹനേട്ടൻ്റെ കടയ്ക്ക് പുറകിലാണ്. കാരണമുണ്ട്, മോഹനേട്ടനൊരു കൊച്ചു അടുക്കള പച്ചക്കറി തോട്ടം കൂടിയുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് മൂപ്പര് സംടൈംസ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാറ്. വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നല്ല കിടിലൻ പാലക്കാടൻ സിഗ്നേച്ചർ ഡിഷായ നമ്മുടെ കുമ്പളങ്ങ ചാറ്, അതിനൂടെ കുമ്പളങ്ങയും കോഴിയും കൂടിയിട്ടുള്ള ചാറാണ് ഇവിടുത്തെ മെയിൻ ഡിഷ്. അപ്പോൾ നമുക്ക് മോഹനേട്ടൻ്റെ കടൻ്റെ വിശേഷങ്ങളിലേക്ക്. ഉള്ള ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ചേച്ചി? എത്ര അരി എത്ര ഇട്ടുണ്ട്? 5 അടങ്ങാഴി. വിറകടുപ്പിൽ ഭക്ഷണം തിളച്ച് ചൂറ്റുന്നതിൻ്റെ ഭംഗി പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണ്. നാടൻ സ്റ്റൈലിൽ അരി വടിക്കുന്നത് കൊട്ടയിൽ. ഇമാതിരിയുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടും പുറത്തുള്ള ചായക്കടകളിൽ വന്നാലേ കാണാൻ പറ്റും. കഞ്ഞിവെള്ളത്തിനൊക്കെ എന്താ ചെയ്യുക? പശുവുണ്ട് വീട്ടിൽ, അപ്പോൾ പശുവിനെ കൊണ്ടേ കൊടുക്കും. അപ്പോൾ കഞ്ഞിവെള്ളവും വേസ്റ്റില്ല. നല്ല പ്രൊഡക്റ്റീവായിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഹിമാനയുടെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ. നല്ല. ശരിക്കും നമ്മുടെ ഈ കട എവിടെയുള്ളത് ഇപ്പോൾ? കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്? കരിപ്പാലി പറയും. കരിപ്പാലി, മുടപ്പല്ലൂര് കരിപ്പാലി. ഉച്ചയ്ക്ക് ഊണിനുള്ള ഒരു സ്പെഷ്യൽ എന്താണ് ശരിക്കും? ഉച്ചയ്ക്ക് ഊണിനുള്ളത് ഇവിടെ മട്ടേരി ചോറ്, മട്ടേരി ചോറ്, ഒരു മീൻ കറി, പിന്നെ പാലക്കാടൻ സ്റ്റൈലായിട്ടുള്ള ഒരു കോഴിയും കുമ്പളങ്ങിയും കൂടിയിട്ടൊരു കറി ഉണ്ടാവും, പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാവും, ഒരു പപ്പടം, അച്ചാറ്, ചമ്മന്തി, രസം, മോര്. അപ്പൊ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള മട്ടേരി ചോറും കഞ്ഞിയും പക്ക പാലക്കാടൻ സ്റ്റൈലിലുള്ള കുമ്പളങ്ങിയും കോഴിയാണ് ഇവിടെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ നിങ്ങളുടെ പുറകിൽ ഞാൻ കുറെ പച്ചക്കറികളൊക്കെ കണ്ടുവരുന്നു. എന്താ അതിന്റെ രഹസ്യം? ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകും, കറി വയ്ക്കാൻ ഉപയോഗിക്കും. കനാലോരമാണ്. കനാലോരത്ത് നമ്മുടെ മോഹനേട്ടൻ ചെറുതായിട്ട് മൂപ്പരുടെ കൃഷിത്തോട്ടവും തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചിലപ്പോൾ തോരാനുള്ള നമ്മുടെ വാഴയ്ക്ക് ആ കാണുന്ന വാഴ മരത്തിൽ നിന്നൊക്കെയാണ് മൂപ്പര് എടുക്കാറ്. ചീരയുണ്ട്, മുരിങ്ങയുണ്ട് അല്ലേ? പിന്നെ ഈ വേലിപ്പുറത്ത് കോവയ്ക്ക പറിച്ചിട്ട് എത്ര ദിവസമായി മോനേട്ടാ? ഇന്നലെ വലിച്ചാ? അപ്പോൾ ഇന്നലെ വന്നാണെങ്കിൽ ഇവിടുത്തെ കോവയ്ക്കോടെ കൂടി കറി കിട്ടിയിട്ടുണ്ടാവും അല്ലേ? കുമ്പളങ്ങ അല്ലത്? പിന്നെ ചെറുതായിട്ടൊരു കപ്പയുണ്ട് കേട്ടോ. തക്കാളി ഉണ്ടായിരുന്നാണ്, ഇന്നലെ ഫുള്ള് വലിച്ചാണ്. മോഹനേട്ടൻ്റെ സ്വന്തം തോട്ടത്തിലെ തക്കാളി ചെടി. ഇതുപോലെയൊക്കെ ഒരു ചായക്കട എവിടെ കിട്ടും? ഇതിനൊക്കെ തീർച്ചയായിട്ടും പാലക്കാടനെ വരണം കേട്ടോ എല്ലാവരും. അപ്പോൾ മെയിൻ സംഭവമായ കുമ്പളങ്ങ മുറിക്കാൻ പോകണം മോഹനേട്ടൻ. അപ്പോൾ തിരക്കൊക്കെ കുറവുള്ളതുകൊണ്ട് ചെറിയൊരു കുമ്പളങ്ങ എടുത്തിരിക്കണേ. നല്ല തിരക്കുള്ള ടൈമുകളാണെങ്കിൽ വലിയ കുമ്പളങ്ങ വെച്ച് സെറ്റപ്പായിട്ട് മൂപ്പര് ചെയ്യുമായിരുന്നു. കുമ്പളങ്ങ ഇറച്ചിക്കുള്ള കുമ്പളങ്ങ റെഡി ആയിട്ടുണ്ട്. അടുത്തത് മോഹനേട്ടൻ്റെ കലാവിരുദ്ധകളാണ് ഇത് മുറിക്കുന്നത്. ഇത് മോഹനേട്ടൻ്റെ ഒരു സ്പെഷ്യൽ സ്റ്റൈലാണ്. അപ്പോൾ നിങ്ങൾ ആരും തീർച്ചയായും അനുകരിക്കരുത്. അപ്പോൾ നമ്മുടെ കോഴിയും കുമ്പളങ്ങിക്കുള്ള വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി, മെയിൻ ഇഞ്ചി എത്ര കൂടുതലാണോ അത്രയും ടേസ്റ്റാണ്. ചേച്ചി കുമ്പളങ്ങിൻ്റെ കുരുവൊക്കെ എടുത്ത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുമ്പളങ്ങി നമ്മുടെ കോഴിയും കുമ്പളങ്ങിക്കുള്ള കോഴി ഇറക്കി. മോഹനേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ട് കുമ്പളങ്ങയും കോഴിയിൽ
കോഴീൻ്റെ കഷ്ണം ഫ്രീ ആണ്, മറക്കരുത്. അപ്പോൾ മസാലകൾ എന്തൊക്കെയാണ് പറയാം? മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ഗരം മസാല പൊടിക്കുന്ന പൊടിയാണ് ഇവിടെ, പൊടിച്ച് ഫ്രഷ് സാധനമാണ്. കല്ലുപ്പാണ് ഇടണം കേട്ടോ. ഇടുന്നത്. മോഹനായിട്ട് കൈയൊക്കെ പിന്നാലെ കെട്ടി വളരെ അച്ചടക്കത്തോടെയാണ് കുമ്പളങ്ങയും കോഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങയും കോഴിക്കുള്ള കുമ്പളങ്ങയും ഇട്ടു. ഇനി ഇതൊന്ന് ഒന്നാം ഇളക്കിയെടുത്ത് വെള്ളം ഒഴിച്ച് ഒരു 2 കളയും തിളച്ച് നമ്മുടെ കുമ്പളങ്ങയും കോഴി പാലക്കാടിൻ്റെ സിഗ്നേച്ചർ ഡിഷാണ്. എന്താ കളറൊക്കെ അല്ലേ? കാണാൻ തന്നെ ഇപ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടാവും എല്ലാവരും. അപ്പോൾ വെള്ളം ഒഴിച്ച് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോഹനൻ്റെ അടുക്കള നമ്മൾ കയ്യേറാൻ പോവാണ്. കുമ്പളങ്ങ ചാറ് ഒരു ഇളക്കം കൂടെ ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനടുത്ത് തേങ്ങയൊക്കെ ഒഴിക്കാനുണ്ട്. കുമ്പളങ്ങ ചാറിൽ തേങ്ങയൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി 2-3 തളയും കൂടി തിളച്ചാൽ റെഡിയാവും അല്ലേ ചേച്ചി? അപ്പോൾ പാലക്കാടൻ സിഗ്നേച്ചർ ഡിഷായ കുമ്പളങ്ങയും കോഴിയും, അതാണ് നമ്മുടെ മോഹനൻ്റെ കടയിലെ സ്പെഷ്യൽ. നല്ല തിക്കായിട്ടുള്ള കുമ്പളങ്ങയും കോഴിയും ചാറാണ്. മോഹനേട്ടൻ തോരനൊക്കെ റെഡിയാക്കാനുള്ള തിരക്കിൽ പറയും. നമ്മുടെ വാഴയ്ക്ക തോരൻ ഇനി താളിക്കുന്ന പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ. താളിക്കൽ തുടങ്ങി, കടുകിട്ട് കഴിഞ്ഞു. അടുത്ത് ജീരകം, സ്വന്തം തോട്ടത്തിലെ പച്ചമുളക്, വെളുത്തുള്ളി, സബോള, സ്വന്തം തോട്ടത്തിലെ കറിവേപ്പില, പാകം റെഡിയായി ആയില്ലേ? ഇത് ഇറക്കി വെക്കാനല്ലേ? അതിലേക്ക് എത്ര കൊടുത്ത്? എനിക്ക് 150 രൂപ. അപ്പോൾ ഇവിടെ ഒരു മീനിന് എത്രയാണ് റേറ്റ്? ഇവിടെ 10 രൂപ. ചെറിയ മീനാണെങ്കിൽ 10 രൂപ, 20 രൂപ, 25, 30 രൂപ. മീനിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് അല്ലേ? പിന്നെ പ്രത്യേകം എടുത്തു വരേണ്ട എല്ലാ സംഭവവും വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അപ്പുറത്ത് ഒരു ഏട്ടൻ വിറകും വേറെ മുറിക്കുന്നുണ്ട് ഇവിടുത്തെ ആവശ്യത്തിനുള്ളത്. സോ ഇന്ന് കാലത്ത് വിറകടുപ്പിലൊക്കെ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പോൾ മോഹനേട്ടനും വൈഫും മാറിയാണ് മീൻ കറി ഉണ്ടാക്കണേ. മസാലയുടെ ടെക്സ്റ്റാണ് വേറെ ലെവലാണ്. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ മീനിട്ട മീൻചാറ് റെഡി. മസാല നല്ല മണം കിട്ടും. അപ്പോൾ തന്നെ മീൻചാറിന് മീൻ റെഡി ആയിട്ടുണ്ട്. ചേച്ചി മീനൊക്കെ ഇട്ട് കഴിഞ്ഞു. നമ്മുടെ മീൻചാറ് തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഏട്ടനാണ്. ഇന്നിപ്പോൾ ഞാൻ വന്നത് കൊണ്ടാണ് നിങ്ങളും കൂടി കറിയിൽ കൈ കടത്തിയത് അല്ലേ? അടുത്തത് ബീഫ് ഫ്രൈൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കടുകിട്ടിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. പെരിഞ്ജീരകം, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, സ്വന്തം തോട്ടത്തിലെ കറിവേപ്പില, മുളക് പൊടി 1.5 സ്പൂൺ ആണ്, മല്ലിപ്പൊടിയിൽ 2 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അവിടെ പൊടിച്ച ഗരം മസാലയാണ്, കുരുമുളക് പൊടി, കേരളത്തിലെല്ലാവർക്കും പ്രിയപ്പെട്ട ഐറ്റമാണ് ബീഫ്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈയും അടിപൊളിയാണ് റെഡി ആയിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, ഇത്ര തന്നെ സിമ്പിളായിട്ടുള്ള. അയില മീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിൽ നമ്മുടെ കയ്യേറി ചേച്ചി ഇതായില്ല സാധനം വരാലോ അല്ലേ?
വടിയാൻ വെച്ചിട്ട് ഇടണല്ല. അപ്പോൾ അയില മീനും തിലേപ്പി മീനും ഫ്രൈ ആയി സെറ്റായി റെഡി ആയിട്ടുണ്ട്. കഞ്ഞി ആവശ്യമുള്ളവർക്ക് മട്ടയരി കഞ്ഞിയുണ്ട്. ഇതാണ് നമ്മുടെ സിഗ്നേച്ചർ ഡിഷായ കുമ്പളങ്ങ ചാറ് അല്ലേ? കുമ്പളങ്ങയും കോഴിയല്ലേ? പാലക്കാടിന്റെ സിഗ്നേച്ചർ ഡിഷാണ്. അപ്പാട്ടാ ഇവിടെ കല്യാണത്തിന് എങ്ങനെയാണ്? ചമ്മന്തി, ചോറ്, കോഴിയും കുമ്പളങ്ങയും, ഉപ്പേരി, പപ്പടം. സൂപ്പറായിട്ട് നാടൻ ഭക്ഷണമാണിത്. നാടൻ ഭക്ഷണം അല്ലേ? അപ്പൊ നിങ്ങൾ എത്ര കാലമായിട്ട് നിങ്ങൾ ഇവിടെ വരുന്നുണ്ട്? നമ്മുടെ അയൽവക്കമാണ്. അയൽവക്കമാണ്. ഓ, അയൽവക്കമാണ്. അയൽവാസി എവിടെയും പണിയുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഭക്ഷണം നല്ല ഭക്ഷണമായതുകൊണ്ടാണ്. ഉറപ്പായ ഹോട്ടലായിരുന്നു ഞങ്ങൾ കയറില്ല. ഒന്നാമത്തെ ചില കടയിൽ ഒരു ഊണ് കഴിക്കാറില്ല. ഇവിടെ നല്ലതായത് കൊണ്ടാണ് കഴിക്കുന്നത്. ഭക്ഷണത്തിനെ പറ്റി യാതൊരു കംപ്ലൈന്റ് ഇല്ല അല്ലേ? എപ്പോഴും എന്താ ഊണന്നല്ലേ മെയിനായി കഴിക്കുക? നിങ്ങൾ എങ്ങനെയാണ്? ആ പൊറോട്ട കഴിക്കാത്ത ഇവിടെ വന്ന് പൊറോട്ട കഴിച്ചു. പൊറോട്ട കഴിക്കാത്ത ആൾ ഇവിടെ വന്ന് പൊറോട്ട കഴിച്ചു. അതാണ് തുമ്പപ്പൂ പൊറോട്ട. തുമ്പപ്പൂ പൊറോട്ട പുതിയ പേരാണല്ലോ, തുമ്പപ്പൂ പൊറോട്ട അല്ലേ? നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് കുടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടിച്ച് ചില ഇവിടെയൊക്കെ കടിച്ചു വരിക്കണം. ഞാൻ ഈ ഇടയ്ക്ക് ഇവിടെ പഠിച്ചു വരും. 3 പൊറോട്ട 2 ചക്കരയ്ക്ക് 2 പൊറോട്ട കൊടുത്തു. പിന്നെ അതിന്റെ പകുതിയും കൊടുത്തു. ലാസ്റ്റ് തിന്നാൻ വേണ്ടി ചുറ്റി ഒറ്റ കയറാണ്. ഇത് എന്താ ഈ ഒട്ടുപാലില് അങ്ങനെയല്ലേ പൊറോട്ട അടിക്കാണ്ട് വെച്ചിട്ടില്ല. അതുപോലെ ഇവിടുത്തെ പൊറോട്ട സൂപ്പർ പൊറോട്ടയാണ്. പൊറോട്ട ഇതിന് കറിയൊന്നും ഒഴിക്കണ്ട. ഇവിടെ സാമ്പാർ ഉണ്ടാവും, ചട്നി ഉണ്ടാവും. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ ഒരു ചമ്മന്തി ഉണ്ട്, ലേശം പുളി ഇട്ട് അരച്ച ചമ്മന്തി. അത് മതി. ഒരു 3 എണ്ണം ബിക്കിട്ട് പോവാം. ചിലവര് കഴിക്കുന്നവരൊക്കെ 4 ഒക്കെ ബിക്കും. നമുക്ക് 3 എണ്ണം മതി. 3 എണ്ണം മതി. അപ്പൊ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടൽ തന്നെയാണല്ലേ? ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? നമ്മുടെ അഭിപ്രായം ആള് പറഞ്ഞല്ലേ, കൊടുക്കുന്ന കാശിന് നല്ല ഭക്ഷണം ആണ്. സൂപ്പർ ഭക്ഷണമാണ്. അപ്പൊ നിങ്ങൾ സംതൃപ്തിയായിട്ടാണ് പോകുന്നത് അല്ലേ? അവര് മറ്റുള്ളവരിനെയും കുറ്റം പറയാൻ രീതിയിലല്ല. സൂപ്പർ ഭക്ഷണം. സൂപ്പർ ഭക്ഷണം. നമ്മളിപ്പോ ഭക്ഷണം റൂമില്ല പറഞ്ഞാൽ ചേട്ടാ ഇതിൽ നിന്ന് എടുത്തൊരു കാര്യമില്ല. നമുക്ക് മൊത്തം പറയാലോ അല്ലേ? ഭക്ഷണത്തെ പറ്റി കുറ്റം പറയാനില്ല. ഒന്നുമില്ല, അടിപൊളിയാണ് അല്ലേ? ഓക്കെ, വയറ് നിറയത്തില്ല. ഓക്കെ ഓക്കെ. സ്പെഷ്യൽ ചമ്മന്തി, നാരങ്ങ അച്ചാറ്, വാഴക്ക തോരൻ, ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. പിന്നെ നമ്മുടെ മീനും എത്തിയിട്ടുണ്ട്. പിന്നെ ബീഫ് ഫ്രൈ, നമ്മുടെ സിഗ്നേച്ചർ ഡിഷായ കുമ്പളങ്ങിയും കോഴി, പിന്നെ നമ്മുടെ മുളകിട്ടൻ മീൻ ചാറ്. ചേച്ചി നമുക്കിതാ മട്ടയരി ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. മതി മതി ചേച്ചി മതി. അപ്പോൾ നമുക്ക് ഭക്ഷണം ടേസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ സിഗ്നേച്ചർ ഡിഷായ പാലക്കാടിൻ്റെ സിഗ്നേച്ചർ ഡിഷായ കുമ്പളങ്ങിയും കോഴിയും അതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് തുടങ്ങല്ലേ? അല്ല, മോഹനായിട്ട് പറഞ്ഞ പോലെ ചിക്കൻ ഫ്രീ ആണ് കുമ്പളങ്ങി ചാറിനൊപ്പം, കുമ്പളങ്ങി കോഴി ചാറിനൊപ്പം. അപ്പോൾ അതിങ്ങനെ എടുത്തൊന്ന് ഉരുട്ടി കുമ്പളയും കൂടെ വെച്ച് സാധാരണഗതിയിൽ നമ്മുടെ കല്യാണ സമയങ്ങളിലൊക്കെ നമ്മുടെ കുമ്പളങ്ങി ചാറിൽ കുറച്ച് വെള്ളം കൂടുതൽ വയ്ക്കുക. പക്ഷെ നമ്മുടെ മോഹനായിട്ടൻ അടിപൊളിയായിട്ട് നല്ല തിക്കിലാണ് നമ്മുടെ കുമ്പളങ്ങി ചാറ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കുമ്പളങ്ങി ചാറൊക്കെ കഴിച്ചിട്ട് കാലം കുറേ ശരിക്കും. അടുക്കളത്തോട്ടത്തിൽ വാഴയ്ക്ക കൊണ്ട് ഉണ്ടാക്കിയ തോരൻ. തോരൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ചമ്മന്തി സ്പെഷ്യലാണെന്ന് പറഞ്ഞു. പക്ക
ഒരു ടേസ്റ്റുണ്ട് ചമ്മന്തിക്ക്. കുമ്പളങ്ങ ചാറ്, കുമ്പളങ്ങയും കോഴിയും കൂടിയുള്ള ചാറ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഈ കുമ്പളങ്ങയും കോഴി ചാറ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ടെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വരണം. അത് തീർച്ചയായും എടുത്തു വരേണ്ട ഒരു സംഭവം. ഇനിയുണ്ട് ഇവിടെ മോതമീനിട്ട മീൻ കറി, അതൊരു ഭാഗത്ത് ഒഴിക്കാം. മീൻ കറി, ഇതിങ്ങനെ ഒരു മീൻ കറിയോ ചാറൊഴിച്ചൊന്ന് ഇങ്ങനെ കുഴച്ചിട്ട് ചെറിയൊരു കഷ്ണം മീൻ ഇതെങ്ങനെ എടുക്കുക, ഇതിൻ്റെ കൂടെ ഇങ്ങനെ വെക്കുക, വീണ്ടും ഒരു കുഴവഴിച്ച് ഒരു പിടുത്തം കൂടെ പിടിക്കാം. ആൾ പുതിയ പുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല പുളിപ്പ്, നല്ല പെർഫെക്റ്റ് ആയിരുന്നു. നാരങ്ങ പിഴിഞ്ഞ് ചെറിയൊരു കഷ്ണം ഇങ്ങനെ മീനെ മാറ്റി അതിന് കൂടെ ഒരു ഉള്ളിയും വെച്ച് ഇത് നമുക്ക് ഈ കുമ്പളങ്ങ ചാറിനൊപ്പം തന്നെ ആക്കാം. ഇങ്ങനെ ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഉരുട്ടങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് കഴിക്കുക. മീൻ്റെ മസാലയും ശരിക്കും പെർഫെക്റ്റ് ഒരു ബ്ലെൻഡാണ്. അടുത്തത് ബീഫ് ഫ്രൈ. ചെറുതായിട്ടൊന്ന് നാരങ്ങ പിഴിഞ്ഞിട്ട് ഉള്ളിയും കൂടി വെച്ച് നമുക്കൊരു വെറുതെ ബീഫ് മാത്രമായിട്ടൊന്ന് കഴിച്ചു വെക്കാം. അത് പൂ പോലെ വന്നിട്ടുണ്ട് ബീഫ്. ബീഫ് എടുത്തിട്ട് വെറും ചോറിൻ്റെ പോലെ വെച്ച് കഴിച്ചോ. വീട്ടിലുണ്ടാക്കുന്ന ഊണിൻ്റെ അതേ ടേസ്റ്റ്, പെർഫെക്റ്റ് പറഞ്ഞാൽ പെർഫെക്റ്റാണ്. ശരിക്കും ഒരു പുറത്തുനിന്ന് വയ്ക്കുന്ന ഒരു ഫീൽ ഒരിക്കലും നമുക്ക് തോന്നില്ല. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാ ഫുഡും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പാലക്കാട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വടക്കഞ്ചേരിയിൽ നിന്ന് ഒരു ചുരുങ്ങി പോയൊരു 5-6 കിലോമീറ്റർ ഉള്ളിലാണ് ഈ മുടപ്പല്ലൂർ പോകുന്ന റോഡ്. അപ്പോൾ ഈ വഴിക്ക് ടൈം പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരണം. വന്ന് നമ്മുടെ മോഹനേട്ടൻ്റെ ഈ കടയിൽ കയറി നല്ല പോലെ വയർ നിറച്ചും മനസ്സ് നിറച്ചും അടിപൊളിയായിട്ട് ഊണ് കഴിക്കുക. അപ്പോൾ ഇതുപോലൊരു ടേസ്റ്റ് വേറെ എവിടെ കിട്ടും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കിടില് വീഡിയോ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.